ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SMC സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പായ ട്രേഡ് വിത്ത് ഡീലിയ എന്നുള്ള ചാനലിൽ ഒരു BTCയുടെ ട്രേഡ് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ വർക്കൗട്ട് ആയത്, ഇല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ റിവേഴ്സൽ പോയിന്റിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ഉണ്ടോ എന്ന് ഒരു ലൈവ് ചാർട്ടിൽ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ കമൻസ് വരുന്നുണ്ട് ലൈവ് ചാർട്ടിൽ നമ്മൾ SMC പഠിപ്പിച്ച കൺസെപ്റ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന്. സോ നമ്മൾ ഇത് കണക്ക് ചെയ്യുന്ന എക്സാമ്പിൾസിൽ നിങ്ങളുടെ മാക്സ് ടു മാക്സ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഇതുവരെയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാത്തവർ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് കൂടുതലും ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസും അതോടൊപ്പം തന്നെ ബിറ്റ് കോയിൻ്റെയും ഗോൾഡിൻ്റെയും എല്ലാം ട്രേഡ്സും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു ട്രേഡ് പ്ലാൻ ഞാൻ മാർക്കറ്റിൽ കൊടുത്തിരുന്നത്. ഈ ലെവൽസ് നമുക്കൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. അതായത് 1,10,200. അതോടൊപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് ലെവൽ വരുന്ന 98,800. ഓക്കെ. സോ ഞാൻ ഇങ്ങനെയാണ് ഒരു അപ്ഡേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിരുന്നത്. ഇനി നമുക്കതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അതായത് ഇപ്പം ഞാനിത് കണക്കത്തൊരു ലെവൽസ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ എടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. അതായത് ഓക്കെ, ലെവൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 1 മിനിറ്റിലേക്ക്. റൈറ്റ്. സോ ഈ ഒരു പോയിന്റിലാണ് ഞാൻ കൊടുത്തിരുന്നത്. സോ നമുക്കിതൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ലെവൽസ് നോക്കാം. സോ എൻ്റെ ഒരു ഞാനൊന്ന് എക്സ്പെക്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വരിക, എനിക്ക് ഏതെങ്കിലും ഒരു എൻട്രി മൊഡ്യൂളിൽ നിന്ന് എൻട്രി കിട്ടുക എന്നുള്ളത് ഞാൻ വരച്ചിട്ടതായിരുന്നു. സോ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. റൈറ്റ്. സോ എൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. അതായത് ഈ 98,900 തൊട്ട് 98,700 ലെവലായിരുന്നു ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. റൈറ്റ്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിൽ വരുന്ന സ്വിങ്സ് കണ്ടെത്തണം. മാർക്കറ്റ് ഈ ഒരു പോയിന്റ് നമുക്ക് വരച്ചു തുടങ്ങാം. ഓക്കെ, ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടുന്ന് എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ലോ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലോ. റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ലേറ്റസ്റ്റ് സ്വിങ് ഹൈ ഏതാണ്, ഈ ഒരു പോയിന്റാണ്. സോ ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് വിളിക്കും. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് കിട്ടുന്നതെങ്കിൽ ലേറ്റസ്റ്റ് കിട്ടുന്ന സ്വിങ്ങിനെ നമ്മൾ എന്താണ്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിനി എന്താ കിട്ടുന്നത്, ഇവിടുന്ന് ഏതൊരു സപ്പോർട്ട് പോയിന്റിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സൽ ആകുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടണം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നമുക്കൊരു ബിഗ് മണി എൻ്റർ ആയതിൻ്റെ ഒരു കൺഫർമേഷൻ തരുന്നത്. റൈറ്റ്. ഇത് കണക്ക് നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണക്കത്തൊരു സപ്പോർട്ട് സോൺ വരച്ചു, ഇല്ലെങ്കിൽ ഒരു റിവേഴ്സൽ പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് റിവേഴ്സൽ കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആവണം. ഇല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ഒരു ലോവർ ലോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്തു, റിവേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു 90-95% എന്ത് ചെയ്യും, മാർക്കറ്റ് പിന്നെയും താഴത്തേക്ക് വന്ന് ഈ ഒരു ലോ ടേക്കൺ ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോഴാണ് ഫെയർ വാല്യൂ. നിങ്ങൾക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡോ ഇല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡോ എടുക്കരുത്. സോ ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് പോയി നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്, ഈ ഒരു പോയിന്റിൽ. ഇത് നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. റൈറ്റ്. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ്, ഈ ഒരു പോയിന്റ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എന്താണ്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഒരു പോയിന്റിലാണ് കിട്ടുന്നത്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ എന്താണ്, ഏർലി കൺഫർമേഷൻ ആണ്. ഇവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. റിസ്കി ആയിട്ടുള്ളവർ എടുക്കാം, ഇല്ലാത്തവർ കൂടുതലും എടുക്കാതിരിക്കുകയാണ്. റൈറ്റ്. അത് നിങ്ങൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ ഒരു ലെവലിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇതിപ്പോൾ ഒരു സ്ട്രോങ് ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഒരു ചെറിയ SL വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി വരുന്ന സമയത്ത്
നമുക്ക് ചെയ്യാം. ചിലവർ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ ചെയ്യുന്നവരുണ്ട്. ഈ ഒരു പോയിന്റിൽ തന്നെ, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ ലിമിറ്റ് ഓർഡർ ഇട്ട് ഇവിടുന്ന് റിവേഴ്സൽ ചെയ്യുന്നവരുണ്ട്. അത് ഈ നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടെ അനാലിസിസിൻ്റെ ആക്യുറസിയും നിങ്ങളുടെ ആ ലെവലിൻ്റെ സ്ട്രെങ്തും അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഏർലി എൻട്രീസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് പ്രകാരം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നവരെ ഈ ഒരു പോയിന്റിൽ എന്ത് നടന്നാലും നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല ഇപ്പം, റൈറ്റ്? സോ നമുക്ക് ഇവിടെ നിന്നൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്, റൈറ്റ്? ഇതും അത് കഴിഞ്ഞ് എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ്, റൈറ്റ്? ഇനി എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കാം, റൈറ്റ്? ഇതെൻ്റെ ഒരു വാലിഡ് എൻട്രി ആണ്. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന ഓർഡർ ഫ്ലോ എവിടെയാണ്, റൈറ്റ്? അപ്പ് സൈഡിലേക്ക് പോയി ഇതാണ് എനിക്ക് കിട്ടുന്നൊരു ഓർഡർ ഫ്ലോ. പിന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഇതിന് എനിക്കൊരു ഓർഡർ ഫ്ലോ എന്ന് പറയാം. കാരണം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി ക്രിയേറ്റ് ചെയ്തൊരു സ്വിംഗ് ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് എവിടെയാണ്, റൈറ്റ്? ഇവിടുന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടില്ല, ഇവിടുന്ന് ഫെയർ വാല്യൂ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എനിക്ക് വാലിഡ് ആയിട്ട് നിൽക്കുന്നത്, റൈറ്റ്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, റൈറ്റ്? എൻ്റെ ഓർഡർ ബ്ലോക്ക് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന ലോവസ്റ്റ് പോയിന്റ് തൊട്ടുള്ള ആ ഏരിയ വരെ. സോ ഇതെന്താണ്, ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്, റൈറ്റ്? ഓർഡർ ബ്ലോക്ക് നമുക്ക് നീലമായിട്ട് കാണിക്കാം, റൈറ്റ്? അപ്പോൾ ഇത് എന്തൊക്കെ കൺഫർമേഷൻ കിട്ടി? നമുക്കൊരു റിവേഴ്സൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോൾ കിട്ടി. അതായത് നമുക്ക് റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ കിട്ടി. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ, ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് എൻട്രി പോയിന്റ് ആണ്. കാരണം ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, നമ്മുടെ എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു, ഇത് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്താലും നമ്മുടെ ഒരു എസ് എൽ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്തൊരു സോൺ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിന് താഴെയായിരിക്കും, റൈറ്റ്? ഇത് എൻ്റെ ഒരു അഗ്രസീവ് എൻട്രി ആണ്. ഇത് കഴിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതായത് ഈ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ച് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഇതിപ്പോൾ നമുക്ക് എന്താണ്, ഇൻവാലിഡ് ആണ്. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറില്ല. ഇവിടെ അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ക്യാൻഡിൽ. ഇവിടെയും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഇനി നമുക്ക് വാലിഡ് ആയിട്ട് വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഓർഡർ ഫ്ലോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് വാലിഡ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക്, അതായത് ഈ റിവേഴ്സൽ വരുന്നതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനോട് കൂടെ നിൽക്കുന്ന ക്യാൻഡിൽസ്, റൈറ്റ്? ആക്ച്വലി ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കൂടുതലായിട്ടും ആ ഒരു റിവേഴ്സൽ സ്വിങ്ങിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ലിക്വിഡിറ്റി ഗ്രാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് വന്നിരിക്കുന്നത്. സോ ഞാൻ എപ്പോഴും ഓർഡർ ബ്ലോക്ക് വരക്കുമ്പോൾ ആ ഒരു ലോവസ്റ്റ് പോയിന്റ് തൊട്ട് ഏതൊരു ക്യാൻഡിലാണോ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയത് ആ ഒരു പോയിന്റ് വരെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു ആക്ച്വൽ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്ക്. ഇത് എവിടെ ടാപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു എൻട്രി കൺസിഡറേഷൻ ഞാൻ ഇവിടെ എടുക്കുമെങ്കിലും, റൈറ്റ്, എൻ്റെ ഒരു എസ് എൽ പോയിന്റ് എപ്പോഴും ഈ ഒരു സ്വിങ്, കാരണം ആ ഒരു റിവേഴ്സൽ വരാനുള്ള ഒരു സപ്പോർട്ട് സോൺ ഇതാണ്. ഇവിടെ നിന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഫെയർ വാല്യൂ ഗ്യാപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു എസ് എൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും, റൈറ്റ്? ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ്. ഇതായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന ലെവല്. സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഈ ലെവൽസ് ഒക്കെ കണ്ടെത്തുന്നത് സ്മാർട്ട് മണി കൺസെപ്റ്റ് SMC വെച്ചല്ല, ഡേറ്റ ബേസ്ഡ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് കണക്കുള്ള സ്മാർട്ട് മണിയുടെ ലെവൽസ് വിത്ത് കൺഫർമേഷനായിട്ട് പ്രോപ്പർ കൺഫർമേഷനോട് കൂടി കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഏത് ടൈപ്പ് എൻട്രി മൊഡ്യൂളും, അല്ലെങ്കിൽ ഏത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയാലും ട്രെൻഡ് ലൈൻ ബേസ്ഡ് ആയാലും നമ്മുടെ ലെവൽസ്, നമ്മൾ കണ്ടെത്തുന്ന ലെവൽസിന് ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം നമ്മൾ ഏത് ടൈപ്പ് എൻട്രി മൊഡ്യൂൾ ഇട്ട് സെറ്റ് ചെയ്താലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് SMC ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ട്രേഡ്
കണ്ടെത്തുന്ന ഒരു മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ എന്താണ് ഒരു SMCയുടെ ഞാൻ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് മെത്തേഡ്, അതായത് ഫസ്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലെവൽസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള കൺഫർമേഷനും കിട്ടും. ഇത് ഫസ്റ്റ് എൻട്രി മൊഡ്യൂളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ലിക്വിഡിറ്റി പ്ലസ് BPR ഞാൻ പറഞ്ഞിരുന്നു. അതും ആ ഒരു സെയിം സാധനവും ഇതിൽ വർക്കായിട്ടുണ്ട്. റൈറ്റ്, ഇത് നിങ്ങൾക്ക് ലിക്വിഡിറ്റി പ്ലസ് BPR എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്കൊരു എയർലി എൻട്രി തരാൻ സാധിക്കും. എയർലി എൻട്രി നിങ്ങൾക്ക് കിട്ടാൻ, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു എൻട്രി, അഗ്രസീവായിട്ടൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിക്വിഡിറ്റി പ്ലസ് BPR കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോളാണ്. റൈറ്റ്, അതായത് ഈ ഒരു ലിക്വിഡിറ്റി സോണാണ്. ഈ ലിക്വിഡിറ്റി സോണിൽ നിന്ന് എന്താണ് നമുക്കൊരു പെട്ടെന്നൊരു റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആ റിവേഴ്സൽ കൺഫേം ആകുന്ന എപ്പോഴാണ്, അതായത് മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് വന്നു, മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന ആൾക്കാർ പ്രതീക്ഷിച്ചു എന്താണ് പെട്ടെന്ന് റിവേഴ്സൽ, അതായത് ഈ ഒരു പോയിന്റിൽ ട്രാപ്പ് ആയിട്ടുണ്ട്. നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് താഴത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് താഴത്തേക്ക് കിട്ടുന്നത്. റൈറ്റ്, ഇനി അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, അപ്സൈഡിലേക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വരുമ്പോഴും അഗ്രസീവ് ആയിരുന്നു, റിവേഴ്സൽ ചെയ്തപ്പോഴും അഗ്രസീവ് ആയിരുന്നു. താഴത്തേക്ക് വന്നപ്പോൾ സെല്ലേഴ്സ് അഗ്രസീവ് ആയിരുന്നു, അപ്സൈഡിലേക്ക് ബയ്യേഴ്സ് അഗ്രസീവ് ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് അഗ്രസീവായി വന്ന സെല്ലേഴ്സിനെ ഇവിടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് ട്രാപ്പ് ആക്കിയെന്നാണ് അർത്ഥം. സോ ഇങ്ങനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് ബയ്യേഴ്സ് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബയ്യേഴ്സ് ഈ ഒരു സോണിൻ്റെ താഴത്ത് പോയി അവർക്ക് ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ അവർക്കൊരു ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കത്തില്ല. അതാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി പ്ലസ് BPR ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം. അതായത് ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ആക്കിയാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത്, അല്ല കോമൺ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ നിൽക്കുന്നതാണ്. റൈറ്റ്, ഇനി നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒന്നെങ്കിൽ ഇവിടെ ഒരു BPR ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു അഗ്രസീവ് എൻട്രി എടുക്കാം. അതായത് ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് എപ്പോഴാണോ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി എടുക്കാം. അതോടൊപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ BPRനെ ബ്രേക്ക് ചെയ്ത് താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഇത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും, പക്ഷേ എന്നിരുന്നാലും കൂടുതൽ സമയം ഈ BPRനെ താഴെ ഇത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഏർലി ആയിട്ടുള്ള, അതായത് 160-150 പോയിന്റിൻ്റെ SLOട് കൂടി നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ്. ചെറിയ SLOട് കൂടി ഹയർ റിവാർഡ് എടുത്ത് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടുന്ന് ഫസ്റ്റ് കിട്ടുന്നൊരു മൈനർ റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് ഏകദേശം 1000 പോയിന്റിൻ്റെ മൂവ് ഉണ്ട്. അത് റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1:5.5 മേഖല റിസ്ക് റിവാർഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ടാർഗറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതായത് 1,12,200 എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോയിന്റ് 2000-2100 പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് 1:12. അതായത് 100 രൂപ റിസ്കിന് നിങ്ങൾക്ക് 1,200 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു 5-6 ട്രേഡ് വിത്തൗട്ട് ടെൻഷനോട് കൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്. നമ്മുടെ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 1-2 ട്രേഡിൽ ലോസ് വന്നാലും നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ റിസ്ക് റിവാർഡിൽ വേണം ട്രേഡ് ചെയ്യാൻ. റൈറ്റ്, സോ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം കൂടുതലും നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. കാരണം ഒരു വീഡിയോയൊന്നും പെട്ടെന്ന് നമുക്കൊന്നും ചെയ്ത് റീൽസ് ആയിട്ടൊന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല. സോ കൂടുതലും ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സും ലെവൽ അപ്ഡേഷനും ട്രേഡ് പ്ലാനും എല്ലാം കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ചെക്ക് ഇൻ ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിച്ചേരാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.